ഹായ്, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ സോഷ്യൽ സയൻസിൻ്റെ ഹ്യൂമനിസം 5ാമത്തെ പേജാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയതനുസരിച്ച് കൊമേഴ്ഷ്യലൈസേഷൻ വരികയും അതുവഴി ട്രേഡ് വിപുലമാവുകയും ചെയ്തു. ഈ ട്രേഡ് വിപുലമായതോടുകൂടി ഇറ്റലി സമ്പത്ത് ആർജിക്കാൻ തുടങ്ങി. അപ്പോൾ ഇറ്റലിക്ക് കൂടുതൽ പണം ഉണ്ടാവാനായിട്ട് തുടങ്ങി. അപ്പോൾ കപ്പലുകളിലെത്താൻ തുടങ്ങി, ചരക്കുകൾ വരാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു ടൈമിലാണ് പ്ലേഗ് എന്ന് പറയുന്ന രോഗം യൂറോപ്പിൽ സ്പ്രെഡ് ചെയ്യുന്നത്. പ്ലേഗ് ഏറ്റവും കൂടുതൽ വ്യാപിച്ചത് തൊഴിലാളികളിലായിരുന്നു. ഈ തൊഴിലാളികൾ കൂടുതലും അഗ്രികൾച്ചറൽ സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഒത്തിരി തൊഴിലാളികൾ പ്ലേഗ് വന്ന് മരിച്ചു. അതോടുകൂടി ഈ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണവും കുറഞ്ഞു. കാർഷിക മേഖല ആദ്യകാലങ്ങളിൽ ഇറ്റലിയുടെ ഒരു നട്ടെല്ല് തന്നെയായിരുന്നു. പക്ഷേ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ ആധിപത്യം കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? ആ കാർഷിക മേഖലയിൽ നിന്നും കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഒരു വരുമാനം ലഭിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണത്തിന് പോലും ഈ കൃഷി മേഖലയിൽ നിന്ന് അവർക്ക് ലഭിക്കാത്ത അവസ്ഥ വരുന്നു. ഫ്യൂഡൽ ആധിപത്യം തകർക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഈ ട്രേഡ് സ്പ്രെഡ് ചെയ്തത് തന്നെയാണ്. ഇനി അടുത്തത്, നമ്മൾ പ്ലേഗ് വ്യാപിച്ചു എന്ന് പറഞ്ഞു. പ്ലേഗിലൂടെ ഒത്തിരി തൊഴിലാളികൾ മരിച്ചു എന്നും പറഞ്ഞു. പക്ഷെ അതേ ടൈമിൽ ട്രേഡിന് മാറ്റമൊന്നും വരുന്നില്ല. മനസ്സിലായോ? ട്രേഡ് അവിടെ അപ്പോഴും നടക്കുന്നുണ്ട്. യൂറോപ്യൻസ് കപ്പലുകൾ വരുന്നുണ്ട്, അതുപോലെ ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിൽ യാതൊരുവിധ മാറ്റങ്ങളുമില്ല. ട്രേഡിലൂടെ ആർജിച്ച പണം ഇറ്റലി കൂടുതൽ സമ്പത്ത് സ്വായത്തമാക്കാനായിട്ട് അവർക്ക് സാധിക്കുകയാണ്. പക്ഷേ രോഗം വന്നാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ചികിത്സിക്കണം അല്ലേ? പക്ഷെ പ്ലേഗിനന്ന് മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, when traditional medicines failed to fight the plague, people began to explore the medical sciences of ancient Greece and Rome. നിലവിലിരിക്കുന്ന മരുന്നുകൾക്കൊന്നും അവരെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായവർ എന്ത് ചെയ്യാൻ തുടങ്ങി? പുരാതന ഗ്രീസിലെയും പുരാതന റോമിലെയും മെഡിക്കൽ സയൻസിനെ കുറിച്ച് പഠിക്കാനായിട്ട് തുടങ്ങി. ദ ടെറേഴ്സ് ഓഫ് ദി പ്ലേഗ് പ്രോംപ്റ്റഡ് ഹ്യൂമൻ ബീങ്സ് ടു കണ്ടംപ്ലേറ്റ് ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ലൈഫ്, സീക്ക് വെൽനെസ് ആൻഡ് ഫോക്കസ് ഓൺ ദെയർ ഓൺ വെൽ ബീയിങ്. ദിസ് ഇൻട്രോസ്പെക്ഷൻ paved the way for the emergence of humanism. പ്ലേഗ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയതോടെ എല്ലാവർക്കും ടെൻഷൻ ആവാൻ തുടങ്ങി. എല്ലാവർക്കും ആദ്യമാണ് ഇങ്ങനെ പ്ലേഗ് സ്പ്രെഡ് ചെയ്താൽ ഭാവിയിൽ എല്ലാ ആളുകളും പ്ലേഗ് പിടിച്ച് മരിച്ചു പോകുമോ? കുട്ടികളുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? അങ്ങനെ ഒരു ഇൻട്രോസ്പെക്ഷൻ നമ്മളെപ്പറ്റി തന്നെ ചിന്തിക്കുക. അപ്പോൾ മനുഷ്യൻ നേരിടുന്ന പ്രോബ്ലംസിനെ കുറിച്ച് മനുഷ്യർ തന്നെ ചിന്തിക്കാൻ തുടങ്ങി. മറ്റുള്ളവർ എങ്ങനെയായിരിക്കും ഈ പ്ലേഗ് പിടിവിട്ട് അവന് വേദനയായിരിക്കുമോ, അല്ലെങ്കിൽ ഇതിലൂടെ അടുത്ത ആളുകളിലേക്ക് പകർന്നു പോവുകയാണല്ലോ, ഇനി നമ്മുടെ ഒരു ജനത മുഴുവൻ മരിച്ചു തീരുമോ? ഇങ്ങനെയുള്ള ടെൻഷൻസൊക്കെ ഓരോരുത്തരിലും ഉണ്ടാവാൻ തുടങ്ങി. ഈ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടാവുന്നു. ഇതെല്ലാം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു, അവൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. ഇവയെല്ലാം കൂടിയാണ് എന്തിൽ വരുന്നത്? ഹ്യൂമനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഹ്യൂമാനിറ്റി ഉള്ള മനുഷ്യൻ എന്ന് നമ്മൾ പറയാറുണ്ട് ചിലവരെ. എന്താ ഹ്യൂമാനിറ്റി? മനുഷ്യത്വമുള്ള, അത് തന്നെയാണ് ഹ്യൂമനിസം എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് റൈറ്റ് സൈഡിൽ ബ്ലാക്ക് ഡെത്ത് എന്താണെന്ന് നോക്കാം. ദ ബ്ലാക്ക് ഡെത്ത് ഈസ് ദ എപ്പിഡമിക് ദാറ്റ് റാവേജസ് യൂറോപ്പ് ബിറ്റ്വീൻ 1347 ആൻഡ് 1351. 1347 1351 ഇടയിൽ യൂറോപ്പിൽ പടർന്നു പിടിച്ചൊരു പകർച്ചവ്യാധിയാണെന്ത്? ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന ഈ പ്ലേഗ്. ബ്ലാക്ക് ബോൾസ് അപ്പിയർഡ് ഓൺ ദോസ് ഹു വെയർ അഫക്റ്റഡ് ബൈ ദി ഡിസീസ്. ശരിക്കും ഈ രോഗം പിടിപെട്ടവരിൽ ഇങ്ങനെ ഒരു കറുത്ത കുമിളകൾ പോലെയാണ് ഇത് ശരീരത്ത് ഉണ്ടായിരുന്നത്. ദാറ്റ് ഈസ് വൈ ദ ഡിസീസ് ഈസ് നോൺ ആസ് ബ്ലാക്ക് ഡെത്ത്. അതുകൊണ്ടാണ് അതിനെ കറുത്ത മരണം, ബ്ലാക്ക് ഡെത്ത് എന്ന് വിളിക്കാൻ കാരണം. ദിസ് എപ്പിഡമിക് സ്പ്രെഡ് ത്രൂ ദ fleas carried by rat that
reached European ports via merchant ship. വാണിജ്യത്തിനായി അവിടെ വന്നെത്തിയ കപ്പലുകളുണ്ടല്ലോ, ആ കപ്പലുകളിലുണ്ടായ എലികളിലെ ചെള്ളിൽ നിന്നാണ് ഈ രോഗം പടർന്നു പിടിച്ചത്. The prosperity, political liberty and social unity of the cities fostered civic sense and self-respect among people. നഗരങ്ങളിലെ സമ്പത്തും അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വാതന്ത്ര്യവും സാമൂഹിക ഐക്യവും ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ ഒരു പൗരബോധം ഉണ്ടാക്കുവാൻ സഹായിച്ചു. അതുമാത്രമല്ല, പരസ്പരം അവർക്കിടയിൽ ഒരു സെൽഫ് റെസ്പെക്റ്റ് പരസ്പര ബഹുമാനം ഉണ്ടാകാനും തുടങ്ങി. റിവൈവ്ഡ് ഇൻട്രസ്റ്റ് ഇൻ ദ കോൺസെപ്റ്റ് ഓഫ് ലോ ആൻഡ് ഓർഡർ and governance that had flourished in the ancient Roman Empire began to spread throughout Italy. റോമൻ എംപയറിൽ, അതായത് പുരാതന റോമൻ എംപയറിൽ എങ്ങനെയായിരുന്നു നമ്മുടെ ഭരണകൂടം, അതുപോലെ അന്നത്തെ ലോ ആൻഡ് ഓർഡർ എങ്ങനെയായിരുന്നു എന്നിങ്ങനെയുള്ള പുരാതനമായ കാര്യങ്ങളെല്ലാം ഇവർ ചർച്ചയ്ക്കായിട്ട് എടുക്കുകയാണ്. അതവർ സ്പ്രെഡ് ചെയ്യുകയാണ് ഇറ്റലി മുഴുവൻ. A section of the population well versed in ancient Roman law and the Latin language turned their attention to commercial pursuits. ഏൻഷ്യൻ റോമൻ ലോയിലും, അതായത് പുരാതന റോമൻ നിയമങ്ങളിലും അതുപോലെ തന്നെ ലാറ്റിൻ ലാംഗ്വേജിലൊക്കെ നല്ല അറിവുള്ള ആളുകൾ ഈ കൊമേഴ്ഷ്യൽ ഗ്രൂപ്പിൽ, അതായത് വാണിജ്യ കൂട്ടങ്ങളിൽ വാണിജ്യം ചെയ്യാനായിട്ട് പോകുമല്ലോ, ആ ഗ്രൂപ്പുകളിൽ ഉണ്ടായിരുന്നു. ദിസ് ഇൻ ടേൺ സ്പാർക്ക്ഡ് എ റീന്യൂവഡ് ഇൻട്രസ്റ്റ് ഇൻ ക്ലാസിക്കൽ ലാംഗ്വേജസ്, ലിറ്ററേച്ചർ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ആൻറ്റിക്വിറ്റി. അതിൻ്റെ ഫലമായി അവരുടെ തന്നെ പ്രാചീന ഭാഷകളും അതുപോലെ തന്നെ ലിറ്ററേച്ചറുകളും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും ഇതിലൊക്കെ ആളുകൾക്ക് ഭ്രമം ഉണ്ടാവാനായിട്ട്, താല്പര്യം ഉണ്ടാവാനായിട്ട് തുടങ്ങി. ഈച്ച് സിറ്റി ആസ്പയർഡ് ടു ബിക്കം എ സെൻറ്റർ ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. അപ്പോൾ ഓരോ സിറ്റിയും ആർട്ടിൻ്റെയും ലിറ്ററേച്ചറിൻ്റെയും കേന്ദ്രങ്ങളാവാൻ തുടങ്ങി. അണ്ടർ ദ പാട്രോണേജ് ഓഫ് റൂളേഴ്സ് and clergy, people sought out, collected and preserved the remnants of ancient Rome, including paintings, manuscripts and architectural remains. അതായത് അന്ന് നിലനിന്നിരുന്ന രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ഭരണാധികാരികളുടെയൊക്കെ നേതൃത്വത്തിൽ ഈ റോമിൻ്റെ പഴയ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന പെയിൻറ്റിങ്സും അതുപോലെ മാനുസ്ക്രിപ്റ്റ്സ്. പെയിൻറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ചിത്രങ്ങൾ, മാനുസ്ക്രിപ്റ്റ്സ് കൈയെഴുത്ത് പ്രതികൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ, ഇവയെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി? കളക്ട് ചെയ്തെടുക്കാൻ തുടങ്ങി. അതായത് അവരുടെ പഴയ സംസ്കാരത്തിൻ്റെ ചില അവശിഷ്ടങ്ങൾ അവർ ശേഖരിക്കാൻ തുടങ്ങി. എന്നിട്ട് അതിനെ അവർ സംരക്ഷിക്കാനും തുടങ്ങി. ദ റൂളേഴ്സ് റിയലൈസ്ഡ് ദാറ്റ് റാദർ ദാൻ വാഗിങ് വാർസ്, commissioning grand buildings and fostering art and literature would be better way to leave a lasting legacy in the minds of the people. ഇവിടെ പറയുന്നത് യുദ്ധങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ ഇതുപോലെ ആളുകളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പഴയ കാലത്തെ സംസ്കാരങ്ങളെ വാർത്തെടുക്കാനും അവയെ സംരക്ഷിക്കാനും ഒക്കെ നമ്മൾ സമയം ചെലവഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആളുകൾക്ക് ഈ യുദ്ധത്തിനേക്കാൾ ഇഷ്ടം അതായിരിക്കാം എന്ന് വരെ റൂളേഴ്സ് ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ്. നെക്സ്റ്റ് റൈറ്റ് സൈഡിലേക്ക് നോക്കുക. എ കൊളോണിയൽ പെർസ്പെക്റ്റീവ് ഓഫ് യൂറോപ്യൻ റിനൈസൻസ് എന്താണെന്ന് നോക്കൂ. സെവറൽ ആർഗ്യുമെൻറ്റ്സ് ഹൗ എമർജ്ഡ് ഓഫ് ലേറ്റ് ചലഞ്ചിങ് ദ കൺവെൻഷണൽ വ്യൂ ദാറ്റ് ദ റിനൈസൻസ് ഒറിജിനേറ്റഡ് ഇൻ യൂറോപ്പ്. പക്ഷേ യൂറോപ്പിലാണ് റിനൈസൻസ് ഒറിജിൻ ചെയ്തത് എന്ന് വിശ്വസിക്കാത്ത ഒത്തിരി ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. കുറേ പേരൊന്നും യൂറോപ്പിലാണ് റിനൈസൻസ് ഒറിജിൻ ചെയ്തതെന്ന് വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ വർക്ക്സ് ലൈക്ക് സ്റ്റോളൻ ലെഗസി ബൈ ജോർജ് ജെയിംസ്, പക്ഷേ ജോർജ് ജെയിംസിൻ്റെ സ്റ്റോളൻ ലെഗസി എന്ന് പറയുന്ന ഗ്രന്ഥം, അതുപോലെ തന്നെ ബ്ലാക്ക് അഥീന
The Afro-Asiatic Roots of Classical Civilization by മാർട്ടിൻ ബെർണാഡ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ. Present alternative perspective. They are of the view that colonial historians have perpetuated a Eurocentric narrative. They are of the view that colonial historians have പെർപെക്ച്വേറ്റഡ് യൂറോസെൻട്രിക് നെറേറ്റീവ്. എന്താണ് യൂറോസെൻട്രിക് എന്ന് പറഞ്ഞാൽ? യൂറോപ്പിനെ കേന്ദ്രമാക്കിക്കൊണ്ട്. അപ്പോൾ ഈ കോളണിവൽക്കരണ കാലത്തെ ആ ചരിത്രകാരന്മാരുടെ ചില ഗ്രന്ഥങ്ങൾ വായിക്കുകയാണെങ്കിൽ സംസ്കാരത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നത് ആരാണ്? യൂറോപ്യൻസ് എന്നാണ് അവർ പറയുന്നത്. മാറ്റം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്ന് തന്നെയാണ്? യൂറോപ്പിൽ നിന്നാണ് അവർ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ സംസ്കാരങ്ങളെക്കാൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഞങ്ങളാണ്, അത് യൂറോപ്യൻസ് ആണ് എന്ന് പറയാൻ ഈ കൊളോണിയൽ ഹിസ്റ്റോറിയൻസ് ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാ മാറ്റവും യൂറോപ്പ് സെൻറ്ററാക്കിക്കൊണ്ടാണ് കാണിക്കുന്നത്. ദേ ഡിസ്മിസ്ഡ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് അതർ കൾച്ചർ. മറ്റ് സംസ്കാരങ്ങൾ, അവയുടെ സംഭാവനകളെല്ലാം ഈ കൊളോണിയൽ എഴുത്തുകാർ ഡിനൈ ചെയ്യുകയാണ്, അവഗണിക്കുകയാണ്. അക്കോർഡിംഗ് ടു ദീസ് ക്രിറ്റിക്സ്, ദിസ് ബയസ്ഡ് അപ്രോച്ച് ഹാസ് ലെഡ് ടു ദ മാർജിനലൈസേഷൻ ഓഫ് നോൺ യൂറോപ്യൻ കൾച്ചേഴ്സ്, ഇംപ്ലൈയിങ് ദാറ്റ് ഓൺലി യൂറോപ്യൻസ് ആർ സിവിലൈസ്ഡ് വൈൽ അതേഴ്സ് ആർ അൺസിവിലൈസ്ഡ്. അപ്പോൾ യൂറോപ്യൻസിൻ്റെ അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ നമ്മൾ യൂറോപ്പ് സെൻട്രൽ ആയിട്ടുള്ള ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും യൂറോപ്യൻസ് മാത്രമേ പരിഷ്കൃതമായിട്ടുള്ളൊരു സൊസൈറ്റി ഉള്ളൂ, ബാക്കി എല്ലാ സമൂഹങ്ങളും ബാക്കി എല്ലാ സംസ്കാരങ്ങളും അപരിഷ്കൃതമാണ് എന്ന് പറയാൻ വേണ്ടിയുള്ളതായിട്ട് നമുക്ക് തോന്നും. യൂറോപ്യൻസാണ് ശരി, മറ്റെല്ലാവരും പറയുന്നത് തെറ്റാണ് എന്നും വാദിക്കാനുള്ള ശ്രമവും അവർ നടത്തുന്നുണ്ട്. ആ ടെക്സ്റ്റിൻ്റെ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്യണേ. ഏതൊക്കെയാണ്? ജോർജ് ജെയിംസിൻ്റെ സ്റ്റോളൻ ലെഗസിയും, അതുപോലെ തന്നെ ബ്ലാക്ക് അഥീന, ദ ആഫ്രോ ഏഷ്യാറ്റിക് റൂട്ട്സ് ഓഫ് ക്ലാസിക്കൽ സിവിലൈസേഷൻ ബൈ മാർട്ടിൻ ബെർണാഡ്. അതൊന്ന് നോക്കണം. അടുത്തത് അതേ പേജിൽ തന്നെ, പേജ് നമ്പർ 11 ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫ്. വെൽത്തി പാട്രൺസ് ബ്യൂട്ടിഫൈഡ് ദെയർ പാരിഷ് ചർച്ചസ് and actively promoted the construction of monasteries as well as cathedrals. അതായത് ഈ കൂടുതൽ ക്യാഷുള്ള ആളുകൾ, കൂടുതൽ സമ്പന്നരായിട്ടുള്ള ആളുകൾ അവരവരുടെ ഇടവക പള്ളികളും സന്യാസി മഠങ്ങളും സന്യാസിനി മഠങ്ങളും ഇവയൊക്കെ മോടി കൂട്ടാനും നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങൾ അവർക്ക് പണിത് കൊടുക്കാനും തുടങ്ങി. ഇൻ ഇറ്റാലിയൻ സിറ്റീസ് സച്ച് ആസ് ഫ്ലോറൻസ്, മിലാൻ, റോം ആൻഡ് വെനീസ്, patronage of the arts was considered a civic responsibility. ഇറ്റലിയിലെ പ്രധാന നഗരങ്ങളായിരുന്ന മിലൻ, വെനീസ്, അതുപോലെ തന്നെ റോം എന്നിവിടെയൊക്കെ കലാകാരന്മാരെ വാർത്തെടുക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പൗരധർമ്മമായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. In 1453, the Ottoman Turks conquered Constantinople, the capital of the Eastern Roman Empire. ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ കിഴക്ക് അല്ലേ, ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റലായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ അങ്ങനെ 1453 ഈ തുർക്കികൾ പിടിച്ചെടുക്കുകയാണ്. ദ സിറ്റി വാസ് എ സെൻറ്റർ ഓഫ് മെനി സ്കോളേഴ്സ് who possessed manuscripts of ancient Greco-Roman literary works. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ സിറ്റിയിലെ ഒത്തിരി എഴുത്തുകാർ ഈ ഗ്രേക്കോ റോമൻ ലിറ്റററി വർക്ക്സുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി മാൻസ്ക്രിപ്റ്റ് അവരുടെ കയ്യിൽ കൈയെഴുത്ത് പ്രതികൾ ഉണ്ടായിരുന്നു. എന്നിട്ടോ ആഫ്റ്റർ മോത്ത് ഓഫ് ടർക്കിഷ് കോൺക്വസ്റ്റ്, these scholars migrated to Italian cities, bringing their manuscript with them. ഇവരെന്ത് ചെയ്തു? ഇവരുടെ കയ്യിലിരിക്കുന്ന കൈയെഴുത്തു പ്രതികളുമായിട്ട് അവരെങ്ങോട്ടേക്ക് പോയി? ഇറ്റലിയിലേക്ക് പോയി. As a result, research and studies previously confined to universities during the Middle Ages began to spread to libraries. അതായത്
റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും കാര്യങ്ങൾ റിസർച്ച് ചെയ്യാൻ ആശ്രയിക്കുന്നത് എന്തിനായിരിക്കും? വലിയ വലിയ യൂണിവേഴ്സിറ്റി ലൈബ്രറികളെയും യൂണിവേഴ്സിറ്റി റിസർച്ച് സെൻറ്ററുകളെയൊക്കെയാണ്. പക്ഷേ പതുക്കെ അത് എന്ത് ചെയ്യാൻ തുടങ്ങി? താഴെ തട്ടിലുള്ള ലൈബ്രറികളെയും വായനശാലകളിലേക്കൊക്കെ തിരിയാനായിട്ട് തുടങ്ങി. ദ കൺവെർജൻസ് ഓഫ് വെൽത്ത് ആൻഡ് പൊളിറ്റിക്കൽ ഫ്രീഡം ക്രിയേറ്റഡ് എ ഫെർട്ടൈൽ ഗ്രൗണ്ട് ഫോർ ആർട്ടിസ്റ്റിക് ഇന്നൊവേഷൻ ആൻഡ് കൾച്ചറൽ എക്സ്പെരിമെൻറ്റേഷൻ. ഇറ്റലിക്ക് ട്രേഡിലൂടെ കൂടുതൽ സമ്പത്ത് കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ വെൽത്തും സമ്പത്തും അതുപോലെ തന്നെ ഈ രാഷ്ട്രീയപരമായ സ്വാതന്ത്ര്യവും എന്തിന് സഹായിച്ചു? കൂടുതൽ കലാപുരോഗതിക്കും സാംസ്കാരിക രംഗത്തെ പരീക്ഷണങ്ങൾക്കും സഹായമായി. Consequently, novel ideas began to emerge in the cultural and intellectual spheres. അതായത് സാംസ്കാരിക രംഗത്തും ബുദ്ധിപരമായ രംഗത്തും പുതിയ ആശയങ്ങൾ ഇതുവഴി വരാൻ തുടങ്ങി. അത്ര സിമ്പിളൊന്നുമല്ല ചാപ്റ്റർ, എന്നാലും നമ്മൾ 2-3 പ്രാവശ്യം കേട്ടാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതിനുശേഷം ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. ഈ പാഠത്തിലെ ചാപ്റ്ററിൻ്റെ അവസാനം കീ പോയിൻറ്റ്സ് ആയിട്ട് നോട്ട്സ് തരുന്നതായിരിക്കും. അതും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം.